Hello everyone. Retirement എന്ന വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിൽ വരിക ഒരു 10-60 വയസ്സാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഭവം എന്നായിരിക്കും. എന്നാൽ ചെറിയ പ്രായത്തിൽ തന്നെ പണിയെടുക്കലൊക്കെ നിർത്തി ജീവിതത്തിൽ ഒന്ന് എൻജോയ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന എന്നാൽ സമയമില്ലാത്തത് കാരണം മാറ്റിവെച്ച കാര്യങ്ങളൊക്കെ ചെയ്യാൻ പാകത്തിൽ റിട്ടയർ ചെയ്യാൻ പറ്റി കഴിഞ്ഞാലോ കൊള്ളാം അല്ലേ? ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെടാതെ ഇഷ്ടപ്പെട്ട ഹോബീസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ചെറിയ പ്രായത്തിൽ തന്നെ കഴിഞ്ഞുകൂടാന്ന് പറയുന്നത് ഒരു അടിപൊളി സംഭവം തന്നെയാണ്. ഇനിയിപ്പോൾ ഇതൊക്കെ പോട്ടെ, ഒരു 45 വയസ്സിൽ തന്നെ റിട്ടയർ ആകാനൊന്നും പറ്റിയില്ലെങ്കിൽ പോലും സാധാരണ ഉള്ളതുപോലെ 60 വയസ്സിൽ തന്നെ റിട്ടയർ ആകാൻ തന്നെയാണ് നമ്മുടെ വിധിയെങ്കിൽ പോലും നല്ലൊരു റിട്ടയർമെന്റ് കോർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു തുക നമ്മുടെ കയ്യിൽ ആ ടൈമിൽ ഉണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ? ഇത് എങ്ങനെ നടക്കും? ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സിൽ ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ വലിയ റിട്ടയർമെന്റ് കോർപ്പസ് ഉണ്ടാക്കാവുന്നതാണ്. പക്ഷേ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു വലിയ തുക ഒറ്റയടിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് പലർക്കും പറ്റണമെന്നില്ല. അത് അത്ര എളുപ്പവുമാവില്ല പലർക്കും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നിങ്ങളുടെ ഫിനാൻഷ്യൽ ഗോൾ നേടാനും വളരെ നേരത്തെ തന്നെ റിട്ടയർ ചെയ്യാനും വേണ്ടിയിട്ട് നിങ്ങൾ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിലൂടെ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന്. വളരെ അച്ചടക്കത്തോടെ ചിട്ടയായ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി മ്യൂച്വൽ ഫണ്ടുകൾ നമുക്ക് തരുന്ന ഒരു സൗകര്യമാണ് SIP എന്ന് വിളിക്കുന്ന സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മ്യൂച്വൽ ഫണ്ട് സ്കീമിൽ കൃത്യമായ ഇടവേളകളിലായിട്ട് ഒരു ഫിക്സഡ് തുക ഇൻവെസ്റ്റ് ചെയ്യാൻ SIP ഫെസിലിറ്റി നമ്മളെ സഹായിക്കുന്നു. ഇതിൽ മാസാമാസം വെറും 500 രൂപ മുതൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാം. എല്ലാ മാസവും ഏത് ഡേറ്റിലാണ് ഇൻവെസ്റ്റ്മെന്റ് നടക്കേണ്ടത് എന്ന് നമുക്ക് തീരുമാനിക്കാം. എത്ര കാലത്തേക്ക് ഈ SIP തുടരണം എന്ന കാലാവധിയും നമുക്ക് തന്നെ തിരഞ്ഞെടുക്കാം. അപ്പോൾ SIP എങ്ങനെയാണ് സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാൻ നിങ്ങളെ സഹായിക്കുന്നത് എന്നറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ തുടർന്ന് കാണുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്ന് പ്രത്യേകം ഓർപ്പിച്ചുകൊണ്ടാണ് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. കാരണം ഇൻവെസ്റ്റിംഗ്, പേഴ്സണൽ ഫിനാൻസ്, സ്റ്റോക്ക് മാർക്കറ്റ് ഇതൊക്കെയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ക്വാളിറ്റിയുള്ള വീഡിയോസ് ഓരോ ദിവസവും ഈ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അതൊക്കെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ആ ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യാൻ മറക്കണ്ട. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ടുഡേയ്സ് വീഡിയോ. എന്താണ് ആവറേജ് SIP റിട്ടേൺസ്? SIPയുടെ ശരിയായ ശക്തി മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ശരിയായ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കണം. ഇല്ലെങ്കിൽ SIPയിലൂടെ അല്ലെങ്കിൽ ഇക്വിറ്റി ഫണ്ടിൽ ലോങ് ടേമിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ നല്ല റിട്ടേൺസ് കിട്ടണമെന്നൊന്നുമില്ല. അപ്പോൾ SIPയിൽ നിന്നുള്ള റിട്ടേൺസ് ആവറേജ് എത്രയായിരിക്കും വരിക എന്നുള്ളത് നമ്മൾ അറിയണ്ടേ? ഇത് മെയിൻ ആയിട്ടും ആ ഇക്വിറ്റി ഫണ്ട്സിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺസിനെ ആശ്രയിച്ചിരിക്കും. ഒരു ശരാശരി എസ്റ്റിമേറ്റ് എടുത്തു കഴിഞ്ഞാൽ 10 വർഷത്തിൽ 8 മുതൽ 9% വരെ ആവറേജ് റിട്ടേണും പരമാവധി 10 മുതൽ 12% വരെയും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇത് ആ ഇക്വിറ്റി ഫണ്ടിന്റെ പെർഫോമൻസിന് അനുസരിച്ചായിരിക്കും ഉണ്ടാകുക എന്ന് പ്രത്യേകം ഓർക്കുക. എന്തായാലും സ്റ്റോക്ക് മാർക്കറ്റുകൾ വളരെ വേഗം മറിയുന്നതിനാൽ തന്നെ ഇക്വിറ്റി ഫണ്ടുകളിൽ നിന്നുള്ള ആവറേജ് റിട്ടേൺ കണക്കാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം. ഏതാനും ചില ഇക്വിറ്റി ഫണ്ട് വിഭാഗങ്ങളുടെ ആവറേജ് റിട്ടേൺസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ടേബിൾ ഒന്ന് നോക്കാം. പക്ഷേ പ്രത്യേകം ഓർക്കുക, ഈ ടേബിളിലെ പോലെ തന്നെ SIPയുടെ ആവറേജ് റിട്ടേൺസ് വരും എന്ന് ഒരു ഗ്യാരണ്ടിയും ആർക്കും പറയാൻ പറ്റില്ല. അത് പ്രത്യേകം നോട്ട് ചെയ്യാം. അപ്പോൾ ഫണ്ട് കാറ്റഗറികളുടെ റിട്ടേൺസ് നമ്മളിപ്പോൾ ഈ ടേബിളിലൂടെ നോക്കിയ സ്ഥിതിക്ക് ഇനി നമുക്ക് ആവറേജ് SIP റിട്ടേൺസ് എങ്ങനെയാണ് എന്ന് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചില മ്യൂച്വൽ ഫണ്ട് ഫാക്ട് ഷീറ്റുകൾ നോക്കാം. ഇത് നമ്മൾ റാൻഡം ആയിട്ട് തിരഞ്ഞെടുത്ത ചില ഫണ്ടുകളാണ്. പിന്നെ 10 വർഷം മുൻപെങ്കിലും ലോഞ്ച് ചെയ്തവയാണ് നമ്മൾ നോക്കാൻ പോകുന്ന ഫണ്ടുകൾ. ആദ്യം SBI സ്മോൾ ക്യാപ് ഫണ്ട് ലോഞ്ച് ചെയ്തത് 9/9/2009 ഓരോ മാസത്തെയും ആദ്യത്തെ പ്രവൃത്തി ദിവസം 10,000 രൂപ വീതം സിസ്റ്റമാറ്റിക് ആയി SBI സ്മോൾ ക്യാപ് ഫണ്ടിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ XIRR അപ്രോച്ച് പ്രകാരം ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ റിട്ടേൺസ് വളർന്നിട്ടുണ്ടാവുക. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കാം. 5 അല്ലെങ്കിൽ 10 വർഷത്തേക്ക് ഈ ഫണ്ടിൽ തുടർന്നിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ ഡിജിറ്റ് SIP റിട്ടേൺസ് കിട്ടുമായിരുന്നു എന്ന്. അടുത്തത് കാനറ റോബേക്കോ ഫ്ലെക്സി ക്യാപ് ഫണ്ടാണ് ലോഞ്ച് ചെയ്തത് 16/9/2003. അപ്പോൾ ഈ ഉദാഹരണങ്ങളിൽ നിന്ന് SIPക്ക് ലോങ് ടേമിൽ ഡബിൾ ഡിജിറ്റ് റിട്ടേൺസ് നൽകാമെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കഴിഞ്ഞ കുറേ വർഷങ്ങളിലായിട്ട് ഏറ്റവും മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്ന ഇക്വിറ്റി ഫണ്ടുകളാണ് നമ്മളിപ്പോൾ പറഞ്ഞവ. മാർക്കറ്റിനെയും ബെഞ്ച് മാർക്ക് ഇൻഡെക്സിനെയും അപേക്ഷിച്ച് അണ്ടർ പെർഫോം ചെയ്ത ഇക്വിറ്റി ഫണ്ടുകളും പലതുണ്ട്. പിന്നെ പഴയ പെർഫോമൻസ് വെച്ച് ഫ്യൂച്ചറിലും റിട്ടേൺസ് കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ല എന്ന് കൂടെ പ്രത്യേകം ഓർക്കുക. അപ്പോൾ ഇനി നമ്മൾ ഇന്നത്തെ ആ മെയിൻ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. 1 കോടി രൂപയുടെ കോർപ്പസുമായിട്ട് റിട്ടയർ ചെയ്യാൻ എല്ലാ മാസവും എത്ര നമ്മൾ സേവ് ചെയ്യണം? ഇതിനുള്ള ഉത്തരം പറയുന്നതിന് മുൻപ് നമ്മൾ വേറൊരു ക്വസ്റ്റ്യനും കൂടെ ആൻസർ പറയേണ്ടതുണ്ട്. ഇത് എപ്പോൾ മുതൽ തുടങ്ങണം എന്നുള്ള ആ ചോദ്യം. ആസ് ഏർലി ആസ് പോസിബിൾ എന്നാണ് അതിന്റെ ഉത്തരം. കഴിയുന്നതും വേഗം തന്നെ തുടങ്ങുക എന്നാണ് മലയാളത്തിൽ പറയാം. ആദ്യ ശമ്പളം കിട്ടുമ്പോൾ മുതൽ തന്നെ റിട്ടയർമെന്റിന് വേണ്ടി സേവ് ചെയ്യാൻ ആലോചിച്ച് തുടങ്ങേണ്ടതുണ്ട്.
അത് നല്ലതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞതുപോലെ SIP-യിലൂടെ ഇക്വിറ്റി ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ശരിയായ അപ്രോച്ച് ആയിരിക്കും. കാരണം അത് ചെറിയ തുകകൾ പതിവായി ഇൻവെസ്റ്റ് ചെയ്ത് റിട്ടയർമെന്റിൽ 1 കോടി രൂപയുടെ വലിയ കോർപ്പസ് നേടാൻ നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഇനി 25, 30, 35 വയസ്സുകളിൽ SIP തുടങ്ങി 60 വയസ്സിൽ 1 കോടി രൂപ കിട്ടാൻ ഇക്വിറ്റി ഫണ്ട്സിൽ ഇടേണ്ട SIP തുക എത്രയായിരിക്കണം എന്ന് നമുക്ക് നോക്കിയാലോ? അതിനുവേണ്ടി ഇക്വിറ്റി ഫണ്ട്സിൽ നിന്ന് 12% റിട്ടേൺസ് കിട്ടുമെന്ന് നമുക്ക് വിചാരിക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ 25 വയസ്സാണെങ്കിൽ റിട്ടയർമെന്റിന്, അതായത് 60 വയസ്സാകാൻ ഇനി 35 വയസ്സ് ബാക്കിയുണ്ട്. അപ്പോൾ മാസം തോറും ഏകദേശം 1600 രൂപ SIP-ക്ക് വേണ്ടി മാറ്റി വെക്കേണ്ടി വരും. അതല്ല, നിങ്ങൾക്കിപ്പോൾ 30 വയസ്സുണ്ടെന്നിരിക്കുക. അപ്പോൾ 60 വയസ്സിൽ റിട്ടയർമെന്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാസം തോറും ഏകദേശം 2900 രൂപയുടെ SIP തുടങ്ങണം. ഇനിയിപ്പോൾ ഒരു 35 വയസ്സിലാണ് തുടങ്ങുന്നതെങ്കിൽ ഏകദേശം 5300 രൂപയുടെ SIP ആണ് തുടങ്ങേണ്ടി വരിക. ശരിയായ തുക അറിയാൻ വേണ്ടിയിട്ട് ഗ്രോയുടെ SIP കാൽക്കുലേറ്റർ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ പതിവായി ചെറിയ ഒരു തുക ഇൻവെസ്റ്റ് ചെയ്താലും 1 കോടി രൂപ എന്ന ഒരു വലിയ കോർപ്പസ് നേടാൻ കഴിയും. പക്ഷേ SIP-കൾ കരിയറിന്റെ വളരെ നേരത്തെ തന്നെ തുടങ്ങാൻ ശ്രദ്ധിക്കുക. കൂടാതെ റിട്ടയർമെന്റ് കോർപ്പസിൽ ഇൻഫ്ലേഷന്റെ ഇമ്പാക്ട് ഉണ്ടാകും എന്നുകൂടെ നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ഇന്നത്തെ 1 രൂപയുടെ മൂല്യം ആയിരിക്കില്ല 30 വർഷം കഴിയുമ്പോൾ ഉണ്ടാവുക എന്ന് നമുക്കറിയാലോ. എന്നാലും 1 കോടിയുടെ കോർപ്പസ് റിട്ടയർമെന്റിൽ സാമാന്യം നല്ല തുക തന്നെയാണ്. നിങ്ങളുടെ ശമ്പളം വളരെ കൂടുതലല്ലെങ്കിൽ പോലും SIP-യിലൂടെ ആ തുകയിൽ എത്താൻ നിങ്ങൾക്ക് കഴിയും എന്നുള്ളതാണ് ഇതിന്റെ ബെനിഫിറ്റ്. ഇനി 10% വെച്ചുള്ള ഒരു സ്റ്റെപ്പ് അപ്പ് SIP ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന റിട്ടയർമെന്റ് കോർപ്പസ് എത്ര ആയിരിക്കും എന്ന് നമുക്ക് നോക്കാം. ഈ വെൽത്ത് റേഷ്യോ എന്ന് പറയുന്നത് അവസാന കോർപ്പസ് ഉണ്ടാക്കുന്ന പണത്തിന്റെ റേഷ്യോ ആണ്. സ്റ്റെപ്പ് അപ്പ് SIP എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വർഷവും നമ്മൾ നിശ്ചിത ശതമാനം കൂടുതൽ തുക ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ സ്റ്റെപ്പ് അപ്പ് SIP വഴി റിട്ടയർമെന്റിൽ നേടുന്ന കോർപ്പസ് വളരെ വലുതാണ്. കൂടുതൽ പണം കൂടുതൽ സമയത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പണം കിട്ടാനുള്ള സാധ്യതയും ഉണ്ട്. അതുകൊണ്ടാണ് സ്റ്റെപ്പ് അപ്പ് SIP സാധാരണ SIP-യേക്കാൾ ഉയർന്ന കോർപ്പസ് റിട്ടയർമെന്റിൽ നേടിത്തരുന്നു എന്ന് പറയുന്നത്. ഈ സ്റ്റെപ്പ് അപ്പ് SIP ശരിക്കും മനസ്സിലാക്കാൻ നമ്മൾ വെൽത്ത് റേഷ്യോ നന്നായിട്ട് നോക്കേണ്ടതുണ്ട്. ആ ടേബിൾ നോക്കുമ്പോൾ മനസ്സിലാകും SIP സ്റ്റെപ്പ് അപ്പ് ചെയ്യുമ്പോഴും വെൽത്ത് റേഷ്യോ കൂടുന്നില്ല. കാരണം സാധാരണ SIP ഇൻവെസ്റ്റ്മെന്റിലെ കുറഞ്ഞ തുകയെ അപേക്ഷിച്ച് സ്റ്റെപ്പ് അപ്പ് SIP-യിൽ ഉയർന്ന SIP തുക കുറഞ്ഞ സമയം കൊണ്ടാണ് കോമ്പൗണ്ട് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ടാണ് അത്. ഈ സ്റ്റെപ്പ് അപ്പ് SIP വരുമാനം കൂടുന്നതിനനുസരിച്ച് നിങ്ങളുടെ SIP ഇൻവെസ്റ്റ്മെന്റ് കൂട്ടാനുള്ള ഒരു അച്ചടക്കം നിങ്ങളിൽ ഉണ്ടാക്കും. കൂടാതെ കാലം പോകും തോറും ഉണ്ടാകുന്ന ഇൻഫ്ലേഷനെ ചെറുക്കാനും സ്റ്റെപ്പ് അപ്പ് SIP-യിലൂടെ കഴിയും. അപ്പോൾ ഇനി അടുത്ത ചോദ്യം, 45 വയസ്സിൽ റിട്ടയർ ചെയ്യാൻ മാസം തോറും നിങ്ങൾ എത്ര പണം സേവ് ചെയ്യണം? ഇന്ത്യയിൽ റിട്ടയർമെന്റ് പ്രായം സാധാരണ 60 വയസ്സാണെങ്കിലും കൂടുതൽ ആളുകളും നേരത്തെ തന്നെ റിട്ടയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. ചിലർ 45 വയസ്സിലൊക്കെ റിട്ടയർ ആകാൻ ആഗ്രഹിക്കുന്നവരാണ്. നേരത്തെ ജോലി ചെയ്യാൻ തുടങ്ങിയ ആളുകൾക്ക് നേരത്തെ റിട്ടയർ ചെയ്യണമെന്ന ആഗ്രഹം സ്വാഭാവികമായിട്ടും ഉണ്ടാകാം. പക്ഷേ അത്ര നേരത്തെ റിട്ടയർ ആകണമെങ്കിൽ ശമ്പളത്തിൽ നിന്നുള്ള വരുമാനത്തിന്റെ ആവശ്യമില്ലാതെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ തുടർന്നു കൊണ്ടുപോകാൻ വേണ്ട ഒരു വലിയ എമൗണ്ട് കയ്യിൽ ആവശ്യമാണ്. ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്ത് ഏകദേശം 5 കോടി രൂപയുടെ കോർപ്പസ് ഇതിനായിട്ട് ആവശ്യമായി വരുമെന്നാണ് കണക്ക്. നിങ്ങൾക്ക് 25 വയസ്സാണെന്നും വാർഷിക ചെലവ് 7 ലക്ഷം രൂപയാണെന്നും വിചാരിക്കുക. ഇൻഫ്ലേഷൻ നിരക്ക് ശരാശരി 5% ആണെന്നും എടുത്തുകൊണ്ട് ഇതേ രീതിയിൽ ചിലവുകൾ തുടർന്നാൽ 45 വയസ്സാകുമ്പോൾ വർഷം തോറും ഏകദേശം 20 ലക്ഷം രൂപയുടെ അടുത്ത് വരും നിങ്ങളുടെ ചെലവ്. റിട്ടയർമെന്റ് ആയവർക്ക് അവരുടെ കയ്യിലുള്ള പണം പിന്നെയുള്ള 30 വർഷത്തേക്ക് കൂടി നിലനിൽക്കാൻ വേണ്ടി ആളുകൾ നൽകുന്ന ഒരു ട്രഡീഷണൽ അഡ്വൈസ് ഉണ്ട്. അതിങ്ങനെയാണ്: റിട്ടയർമെന്റിന്റെ ആദ്യ വർഷം സേവിങ്സിന്റെ 4% കൂടുതൽ ചെലവാക്കരുത്. തുടർന്നുള്ള വർഷങ്ങളിൽ പണം പിൻവലിക്കുന്നത് ഇൻഫ്ലേഷൻ അനുസരിച്ച് മാത്രം കൂട്ടിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണത്. ഈ ഒരു ഇക്വേഷൻ നോക്കൂ. x/25x is equal to 4%. ഇവിടെ x എന്നത് ആനുവൽ സ്പെൻഡിങ് ഇൻ റിട്ടയർമെന്റ് എന്നാണ്. അതായത് റിട്ടയർമെന്റിന് ശേഷം ഓരോ വർഷവും നമ്മൾ ചെലവാക്കുന്ന തുക. അപ്പോൾ 20 lakhs divided by 25 into 20 lakhs is equal to 4% ആണ് കിട്ടുക. ഉദാഹരണത്തിന് 45 വയസ്സിൽ നിങ്ങൾക്ക് 5 കോടി രൂപയുടെ കോർപ്പസ് കയ്യിലുണ്ടെങ്കിൽ വർഷം തോറും നിങ്ങൾ 20 ലക്ഷം രൂപ അല്ലെങ്കിൽ 4% വിത്ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 75 വയസ്സാകുന്നത് വരെ ഈ പോർട്ട്ഫോളിയോ നീണ്ടു നിൽക്കും എന്നാണ് ഈ ഇക്വേഷനിൽ നിന്ന് മനസ്സിലാക്കാവുന്നത്. അപ്പോൾ ഈ റൂൾ പ്രകാരം 75 വയസ്സ് വരെയാണ് ആയുസ് എങ്കിൽ അത്രയും കാലം നീണ്ടു നിൽക്കാൻ 45 വയസ്സിൽ 5 കോടി രൂപയുടെ കോർപ്പസ് നമ്മുടെ കയ്യിൽ വേണം. സോ 25 വയസ്സുള്ള ഒരാൾക്ക് 45-ാം വയസ്സിൽ റിട്ടയർമെന്റ് കോർപ്പസ് ആയി 5 കോടി രൂപ കയ്യിൽ വേണമെന്നുണ്ടെങ്കിൽ 10% വെച്ച് എല്ലാ വർഷവും സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്ന ഒരു SIP-യിൽ ആദ്യ വർഷം മാസാമാസം നടത്തേണ്ട ഇൻവെസ്റ്റ്മെന്റ് എത്ര ആയിരിക്കണം എന്നുള്ളതാണ് ആ ചോദ്യം വരുന്നത്. 27,000 രൂപ എന്നാണ് അതിനുള്ള ഉത്തരം. നിങ്ങൾ ഓരോ മാസവും 27,000 രൂപയുടെ SIP തുടങ്ങി അത് 10% വെച്ച് ഓരോ വർഷവും സ്റ്റെപ്പ് അപ്പ് ചെയ്താൽ റിട്ടയർമെന്റ് കോർപ്പസ് 5 കോടി രൂപ കയ്യിലിരിക്കും. ഇപ്പം SIP അപ്രോച്ചിലെ SIP ഇൻസ്റ്റാൾമെന്റുകൾ കൂടുതൽ മാനേജബിൾ തന്നെയാണ്. കാരണം നിങ്ങളുടെ ശമ്പളം അല്ലെങ്കിൽ വരുമാനം സമയം പോകുന്തോറും കൂടുകയാണ് ചെയ്യുക. അതിനനുസരിച്ച് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റെപ്പ് അപ്പിലൂടെ കൂടുന്നു. കൂടാതെ ഇൻവെസ്റ്റ്മെന്റുകളിലെ ഇൻഫെക്ഷൻ കണക്കിലെടുക്കുമ്പോൾ സ്റ്റെപ്പ് അപ്പ് SIP
VIP കൂടുതൽ പ്രാക്ടിക്കലുമാണ്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് എനിക്ക് പറയാനുണ്ടായിരുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ ഇതുപോലെയുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.